Hi everyone. കഴിഞ്ഞ തവണത്തെ റൈറ്റിങ്ങിന്റെ മോക്ക് വീഡിയോ ചെയ്തതിന് ശേഷം ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അതുപോലെയുള്ള റെസ്പോൺസസ് ആണ് ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കുള്ള ഇൻസ്പിറേഷൻ. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും ഒരു റൈറ്റിങ്ങിന്റെ മോക്കായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് മോക്കിലേക്ക് പോവാം. Question number 1, family history, uterine cancer. And your 30 seconds for this question starts now. എല്ലാവർക്കും കിട്ടിയോ ഇതിൻ്റെ ആൻസർ? എങ്ങനെയുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ? നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാമിലി ഹിസ്റ്ററി എന്നുള്ളത് അല്ലേ? ഫാമിലി ഹിസ്റ്ററി സമയത്ത് പല കാര്യങ്ങൾ കാണും. ക്യാൻസർ എന്ന് മാത്രമല്ല പല കണ്ടീഷൻസിൻ്റെയും ഫാമിലി ഹിസ്റ്ററി കാണാറുണ്ട്. എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ഫാമിലി ഹിസ്റ്ററി എങ്ങനെ എഴുതും എന്നുള്ളത്. അത് എഴുതാൻ പറ്റിയ ഒരു രീതിയാണ് ഷീ ഹാസ് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് യൂട്രൈൻ ക്യാൻസർ. അതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഹാസ് ആണ് എഴുതേണ്ടത്, കാരണം സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ. ഷീ ഹാസ് എ ഫാമിലി ഹിസ്റ്ററി. Question number 2, came to hospital. 30 seconds starts now. എന്ത് എഴുതി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട്? കെയിം എന്ന് തന്നെയാണോ എഴുതിയത്? കെയിം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള യൂസേജ് ആണ്. കറക്റ്റ് ആണ്, ബട്ട് എന്നിരുന്നാലും കുറച്ചുകൂടി ഇൻഫോർമൽ ആയിട്ടുള്ളൊരു യൂസേജ് ആണ് കെയിം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഫോർമലായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന വാക്കുകളാണ് പ്രസൻറ്റഡും അതേപോലെ തന്നെ വിസിറ്റഡും. ഷീ പ്രസൻറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ വിസിറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന് എഴുതാം. ഓക്കെ, ഇനി അതേസമയം അഡ്മിറ്റഡ് എന്ന് ആരും എഴുതരുത്. കാരണം അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളൊരു രീതിയാണ്. അതേപോലെ തന്നെ ഒരിക്കലും നമ്മൾ പേഷ്യൻ്റ് വന്നു എന്ന് പറയുമ്പോൾ അഡ്മിഷൻ്റെ കാര്യമായിട്ട് എഴുതരുത്. അത് ഇൻകറക്റ്റാണ്. അഡ്മിറ്റഡ് എന്ന് കേസ് നോട്ടിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പേഷ്യൻ്റ് അഡ്മിറ്റായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. Question number 3, 2/52, 3/7. And your 30 seconds starts now. എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസും അബ്രിവേഷൻസും ഒക്കെ നമ്മുടെ കേസ് നോട്ടിനകത്ത് അല്ലേ? ഇങ്ങനെയുള്ളത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. കാരണം ഓരോ കേസ് നോട്ടിനകത്തും ഇതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എക്സാമിനൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസ്. എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ചിലർക്കെങ്കിലും അറിയാമായിരിക്കും അല്ലേ? 2/52 എന്ന് പറഞ്ഞാൽ 2 weeks എന്നാണ് മീനിങ്. എങ്ങനെ 2 weeks എന്നായി? 52 weeks ആണ് ഒരു വർഷത്തിലുള്ളത്. ഒരു വർഷം 52 ആഴ്ചയാണുള്ളത്. ഈ 52 ആഴ്ചയിൽ 2 ആഴ്ച എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 2 weeks എന്ന് പറയുന്നത്. അതേസമയം 3/7 എന്ന് പറഞ്ഞാലോ 3 ദിവസം എന്നാണ് അർത്ഥം. ഒരാഴ്ച 7 ദിവസം, അതിൽ 3 ദിവസത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ 3 days. 2/52,
2 വീക്സും 3/7 3 ഡേയ്സും എന്നാണ് മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, overweight. And your 30 seconds for this question starts now. ഓവർവെയ്റ്റ് എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഓവർവെയ്റ്റ് എന്ന് കാണുമ്പോൾ അതുപോലെ തന്നെ ലെറ്ററിലും എഴുതുന്നത്. ഒരിക്കലും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടേമാണ് ഓവർവെയ്റ്റ് എന്നുള്ളത്. വളരെ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ളൊരു യൂസേജ് ആണ് ഓവർവെയ്റ്റ്. ബട്ട് അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഹെർ വെയ്റ്റ് ഈസ് എബവ് ദ റെക്കമെൻഡഡ് ലെവൽ, അല്ലെങ്കിൽ ഹെർ വെയ്റ്റ് ഈസ് എബവ് ദ നോർമൽ ലെവൽ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. BMI ആണ് തന്നിരിക്കുന്നതെങ്കിൽ BMIയും എഴുതാം. അതേസമയം വെയിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് വെയിറ്റ് അതേപോലെ കറണ്ട് വെയിറ്റ് ഇത്രയാണെന്ന് പറഞ്ഞ് എഴുതിയാലും അത് കറക്റ്റാണ്. ആൻഡ് യുവർ 5th question ഈസ് പൾസ് വീക്ക് ആൻഡ് ത്രെഡി, ബ്ലഡ് പ്രഷർ 160/100, temperature 100 degree Fahrenheit. And your 30 seconds for answering this question starts now. ഇങ്ങനെ ഒരുപാട് വൈറ്റൽ സയൻസിൻ്റെ കാര്യങ്ങൾ തന്നിരിക്കുമ്പോൾ എന്താ നിങ്ങൾ എഴുതുന്നത്? അതേപോലെ എടുത്തെഴുതും അല്ലേ? ബട്ട് വേർഡ് കൗണ്ട് കൂടുതലായിട്ടുള്ളൊരു ലെറ്ററിലാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നത് അൺനെസസറി ആണ്. വേർഡ് ലിമിറ്റ് എക്സസ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒന്ന് കൺസൈസ് ചെയ്ത് എഴുതാം. എങ്ങനെ പറയാം? ഹെർ വൈറ്റൽ പാരാമീറ്റേഴ്സ് വെയർ ഡിറേഞ്ച്ഡ്, അല്ലെങ്കിൽ ഹെർ വൈറ്റൽ സയൻസ് വെയർ അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. എങ്ങനെയുണ്ടായിരുന്നു മോക്ക്? എല്ലാവർക്കും നല്ല സ്കോറൊക്കെ കിട്ടിയോ? ഇനി കിട്ടിയില്ലെങ്കിലും വിഷമിക്കണ്ട. ഇതുപോലെയുള്ള പുതിയൊരു മോക്കുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ. ജിനോസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.